87, 88, 89 നമുക്കാണ് അവസാനിപ്പിക്കാം. ഒരു സ്ഥലം أعوذ بالله من الشيطان الرجيم ولا يملك الذين يدعون من دونه الشفاعة إلا من شهد بالحق وهم يعلمون ولئن سألتهم من خلقهم ليقولن الله فأنى يؤفكون وقيله يا رب إن هؤلاء قوم لا يؤمنون فاصفح عنهم وقل سلام فسوف يعلمون. أعوذ بالله من الشيطان الرجيم ولا يملك الذين يدعون من دونه شفاعة إلا من شهد بالحق وهم يعلمون ولئن سألتم من خلقهم ليقولن الله فأنى يؤفكون وقيل يا ربي إن هؤلاء قوم لا يؤمنون فاصفح عنهم وقل سلام فسوف يعلمون. അർത്ഥം പറഞ്ഞോളി. അല്ല, തജ്വീദ്. വലാ യംലിക്കുല്ലദീന, അവിടെ അല്ലദീനയിലെ അലിഫിനെന്തില്ല, ഉച്ചാരണല്ല, വസ്ലിൻ്റെ അംസയാണ്. മിൻ ദൂനിഹി, ആ സാക്കിനായ നൂൻ എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, യഖ്ഫാ ചെയ്യണം. മിൻ ദൂനിഹി. പിന്നെ അശ്ശഫാഅത്ത എന്നുള്ളിടത്ത് കൂട്ടി ഓതുമ്പോൾ എന്തുണ്ടാവില്ല, അലിഫിനും ലാമിനും ഉച്ചാരണമില്ല, അലിഫ് വസ്ലിൻ്റെ അംസയാണ്. പിന്നെ ഇല്ലാ മൻ, അവിടെയോ, അവിടെയും യഫ്വാ ചെയ്യണം. മൻ ഷഹിദ. പിന്നെ ബിൽ ഹഖ്, ആ ബ കഴിഞ്ഞിട്ടൊരു അലിഫ് ഉണ്ടാവും, അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. യഅലമൂൻ നീട്ടി ഓതുമ്പോൾ, അല്ല വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെ ഓതണം, നീട്ടി 4 മുതൽ 6 കതിർ വരെ നീട്ടണം. വഹും യഅലമൂൻ. പിന്നെ വലഇൻ, അവിടെയും സാക്കിന നൂൻ എന്ത് ചെയ്യണം, യഫ്വാ ചെയ്യണം. വലഇൻ സഅൽതഹും, ആ മീമിന് എന്ത് ചെയ്യണം, ഇദ്ഗാം ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം, സഅൽതഹും മൻ, ആ നൂനിനെ എന്ത് ചെയ്യണം, മൻ എന്ന് പറഞ്ഞ നൂനെ ഇദ്ഹാർ ചെയ്യണം, അവിടെ മണിക്കാൻ പാടില്ല. മൻ ഖലഖഹും, പിന്നെ അവിടുത്തെ ഖലഖഹും എന്നുള്ള മീമിനെയും ഇദ്ഹാർ ചെയ്യാനുള്ളതാണ്. ലയഖൂലുന്നല്ലാഹ്, അവിടെ ഉന്നത്തോടു കൂടി പറയണം. പിന്നെ ഫ അന്ന, ഫ കഴിഞ്ഞിട്ടുള്ള ആ നിർബന്ധമായിട്ടും ഉച്ചരിക്കണം, ഖത്തഇൻ്റെ അംസയാണ്. ഫ അന്ന യുഫകൂൻ, അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ 4 മുതൽ 6 കതിർ വരെ നീട്ടാവുന്നതാണ്. പിന്നെ വഖീലിഹി, അവിടെ യാവും 2 കതിർ, ഹിയും 2 കതിറാണ്. വഖീലിഹി യാ റബ്ബി ഇന്ന മണിക്കണം. ഹാഉലാഇ, രണ്ടിടത്തും 4 മുതൽ 6 കതിർ വരെ നീട്ടണം, മദ് മുത്തസിലാണ്. കൗമുല്ല, അവിടെ എന്ത് ചെയ്യണം, ആ തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, പക്ഷേ എന്തില്ല, ഉന്നത്തില്ല, ബിലാ ഉന്ന. ഖൗമുല്ലാ യുഅ്മിനൂൻ. ഫസ്ഫഹ്, അവിടെ ഫ കഴിഞ്ഞിട്ട് അലിഫിന് ഉച്ചാരണമില്ല, ഫസിൻ്റെ അംസയാണ്. ഫസ്ഫഹ് അൻഹും. വഖുൽ, അവിടെ വഖുൽ എന്ന് ലാമിനെ വ്യക്തമാക്കണം. എന്നിട്ട് എന്ത് ഓതണം, വഖുൽ സലാം.
വഖുൽ സലാം. അങ്ങനെയാണ് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നിർത്തേണ്ടത്. ഫസൗഫ യഅലമൂൻ. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. ആയത്തുകൾ എല്ലാവരും കൂടി ഒന്ന് ഓതി വെക്കാൻ. അഊദു ബില്ലാഹ്. ولا يملك الذين يدعون من دونه الشفاعة إلا من شهد بالحق وهم يعلمون ولئن سألتهم من خلقهم ليقولن الله فأنى يؤفكون وقيله يا رب إن هؤلاء قوم لا يؤمنون. തജ്വീദിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? അർത്ഥം പറഞ്ഞോളി. വലാ യംലിക്കുല്ലദീന. വലാ യംലിക്കു പറഞ്ഞാൽ ഉടമപ്പെടുത്തുന്നില്ല. അല്ലദീന അക്കൂട്ടർ. യദ്ഊന ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മിൻ ദൂനിഹി അവന് പുറമെ, അള്ളാഹുവിന് പുറമെ ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ കൂട്ടർ ഉടമപ്പെടുത്തുന്നില്ല. എന്തിന്? അശ്ശഫാഅത്ത ശുപാർശയെ ഉടമപ്പെടുത്തുന്നില്ല. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് സത്യവാക്യം കൊണ്ട് അല്ലെങ്കിൽ സത്യവാക്യം കൊണ്ട് സാക്ഷിയായവർ ഒഴികെ, സാക്ഷ്യം വഹിച്ചവർ ഒഴികെ. വഹും യഅലമൂൻ അവർ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സത്യവാക്യം അഥവാ കലിമത്തു തൗഹീദിൽ സാക്ഷ്യം വഹിച്ചവർ ഒഴികെ. വലഇൻ സഅൽതഹും നബിയെ താങ്കൾ അവരോട് ചോദിക്കുന്ന പക്ഷം, മൻ ഖലഖഹും അവരെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്ന പക്ഷം, ലയഖൂലുന്നല്ലാഹ് അവർ പറയുക തന്നെ ചെയ്യും അല്ലാഹ് എന്ന് പറയും. അപ്പോൾ അന്നാ യുഫകൂൻ എങ്ങനെയാണ് അവർ ഈ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നത്, തെറ്റിക്കപ്പെടുന്നത്? വഖീലിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൗലും അള്ളാഹു അറിയുന്നുണ്ട്. യാ റബ്ബി, ഏത് കൗല്? യാ റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്ന ഹഉലാഇ തീർച്ചയായും ഈ കൂട്ടർ, ഖൗമുൻ ലാ യുഅ്മിനൂൻ വിശ്വസിക്കാത്ത ഒരു ജനവിഭാഗമാണ് ഇവർ എന്ന നബിയുടെ പരാതിയും അള്ളാഹു അറിയുന്നുണ്ട്. ഫസ്ഫഅ് അൻഹും ഒരർത്ഥം അതിനാൽ നബിയെ അവരെ നീ അവഗണിക്കുക, അല്ലെങ്കിൽ നബിയെ അവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്യുക. വഖുൽ നീ പറയുകയും ചെയ്യുക, സലാം സലാം എന്ന് പറയുക. ഫസൗഫ യഅലമൂൻ അവർ വഴിയെ അറിഞ്ഞുകൊള്ളും. റിവേഴ്സ് എടുത്ത് വരിക. വലാ യംലിക്കു. വലാ യംലിക്കു എന്താ? ഉടമപ്പെടുത്തുന്നില്ല. ആര് ഉടമപ്പെടുത്തുന്നില്ല എന്നാ പറയുന്നത്? ആരാ ഉടമപ്പെടുത്താത്തത്? മുശ്രിക്കുകളാ. അല്ലദീന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാ? മുശ്രിക്കുകളാ അല്ലേ? അപ്പോൾ മുശ്രിക്കുകൾ ആരാധിക്കുന്ന ആരാധനാ വസ്തുക്കളാണ്, ആലിഹത്തിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുശ്രിക്കുകൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ, അത് ബിംബമാവട്ടെ അല്ലാത്തതാവട്ടെ മനുഷ്യരാവട്ടെ ആരുമാവട്ടെ, അതാണ് അല്ലദീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അല്ലാമ സഅദി എല്ലാ മുഫസ്സിറുകളും പറഞ്ഞിങ്ങനെ കാണാം. വലാ യം ഈ വസ്തുക്കൾ അല്ലെങ്കിൽ ആ ബിംബങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ ആരാവട്ടെ അവർ ഉടമപ്പെടുത്തുന്നില്ല. അശ്ശഫാഅത ഇൻദഹു ലി അഹദിൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾക്കും തന്നെ ശുപാർശ ഉടമപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പറയുന്നതോ ഒരു വിഭാഗം ആളുകൾ ഒഴിവാക്കുകയാണ്. ഇല്ലാമൻ ഒരു വിഭാഗം ആളുകൾ ഒഴികെ. ഷഹിദ
അവർ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ബിൽ ഹക്ക്, സത്യവാക്യം കൊണ്ട്, അഥവാ ഷഹാദത്ത് കലിമയാണ് ഉദ്ദേശിക്കുന്നത്. വഹും യഅലമൂൻ, അവർ കാര്യം മനസ്സിലാക്കിയിരിക്കെ, ആ സത്യവാക്യം അവർ മനസ്സിലാക്കിയിരിക്കെ, അറിഞ്ഞുകൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന അമ്പിയാക്കളാവട്ടെ, മലക്കുകളാവട്ടെ, അവരല്ലാത്തവരാവട്ടെ, അവരാരും തന്നെ എന്തുടമപ്പെടുത്തുന്നില്ല? ശുപാർശ, ഷഫാഅത്ത് ഉടമപ്പെടുത്തുന്നില്ല. മക്കായിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താ? എന്തിനാണ് അവർ മലക്കുകളോടും അല്ലെങ്കിൽ മറ്റ് ഇതര ദൈവങ്ങളോടും അല്ലാഹു അല്ലാത്ത ദൈവങ്ങളോട് അവർ പ്രാർത്ഥിക്കണത്? ആ ദൈവങ്ങൾ ആ ദൈവങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും, അതൊക്കെ സാധൂകരിച്ചു തരും എന്ന വിശ്വാസമാണ് ആർക്കുള്ളത്? മക്കായിലെ മുശ്രിക്കുകൾ. നമ്മളിപ്പോൾ ഒരാളെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ആ ആരാധ്യ വസ്തു എന്തു ചെയ്യും? അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യം നേടിയെടുക്കാൻ പറ്റും എന്ന വിശ്വാസമാണ് മക്ക മുശ്രിക്കുകൾക്ക് ഉള്ളത്. അപ്പോൾ അതിനെ ഗണ്ണിക്കാണ് ആരോ എന്ത് ചെയ്യേണ്ടത്? വലാ യംലിക്കുല്ലദീന യദ്ഉന മിൻ ദൂനി, അള്ളാഹുവിന് പുറമെ ഈ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊന്നും ഉടമപ്പെടുത്തുന്നില്ല മിൻ ദൂനി അശ്ശഫാഅ, ശുപാർശ ഉടമപ്പെടുത്തില്ല. എന്താ ഈ ശുപാർശ എന്ന് പറഞ്ഞാൽ? ഷഫാഅത്ത് എന്ന് പറഞ്ഞ വാക്കിന് എന്തൊക്കെ അർത്ഥമുണ്ട്? ഇനി നോക്കിയോളൂ കേട്ടോ. ഷഫാഅത്ത് എന്ന വാക്കിന് എന്തൊക്കെയാണ് അർത്ഥമുള്ളത്? ഏതിൽ നിന്നൊക്കെയാണ് അത് വരുന്നത്? ഒന്ന്, നമ്മൾ കച്ചവടത്തിലൊക്കെ ഷുഫഅത്ത് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് കാണാം. കച്ചവടത്തിലൊക്കെ പങ്കാളി എന്നുള്ളതിന് കച്ചവടത്തിലെ പങ്കാളിക്ക് എന്ത് പറയും? പാർട്ട്ണർ, ശരീക്കത്ത് എന്ന അർത്ഥം പറഞ്ഞ ഒരു വിഭാഗം. എന്തിനാ പാർട്ട്ണറെ നമ്മൾ വെക്കണത്? എന്തിനാ? നമ്മളെ കച്ചവടത്തിലൊക്കെ കാര്യങ്ങൾ എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമ്മൾ പാർട്ട്ണർ കൂട്ടൂലേ? അതിനാണ് ശരീക്കത്ത്, കമ്പനി അല്ലെങ്കിൽ പാർട്ട്ണർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടില്ല? പാർട്ട്ണറെ സ്വീകരിച്ചിട്ടില്ല എന്ന അർത്ഥം പറഞ്ഞ മുഫസ്സിറുകളുമുണ്ട്. രണ്ടാമത്തെ ഒരർത്ഥം, അതാണ് ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞത്. നമ്മൾ ഈ ശുപാർശ എന്ന് പറയുന്ന ഒരർത്ഥം, അതാണ് രണ്ടാമത്തെ അർത്ഥം. അതെന്താ ഈ ശുപാർശ എന്ന് പറയുന്നത്? അപ്പോൾ രണ്ടർത്ഥം പറഞ്ഞാലും അവിടെ ഫിറ്റാണ്. ഈ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കൾ, ഈ ആലിഹത്ത്, അള്ളാഹു അവരെന്താക്കിയിട്ടില്ല? പങ്കാളിയായി സ്വീകരിച്ചിട്ടില്ല, ഉടമപ്പെടുത്തിയിട്ടില്ല എന്ന അർത്ഥം പറയുന്നവരും. മറ്റതോ ശുപാർശ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഇവിടുന്ന് ശുപാർശ ചെയ്യണം എന്തിനാ? ആ ശുപാർശ ചെയ്യുന്ന ആളോട് നമ്മളൊരു കനിവ് തേടുകയാണ്. നിങ്ങൾ ഇയാൾക്ക് എന്നെ ചെയ്തു കൊടുക്കണം കേട്ടോ എന്ന് ഞാൻ എന്ത് ചെയ്യാണ്? മറ്റൊരാളോട് ഒരു കനിവ് തേടുകയാണ്. അതേപോലെ അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ഞാൻ അയാളോട് ആവശ്യപ്പെടുകയാണ്. ഇതൊക്കെ എന്തിലുണ്ട്? ശുപാർശയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കനിവ് തേടുന്നതുണ്ടാവും, നമ്മൾ ഭയപ്പെടുന്ന ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ആവശ്യപ്പെടുന്നതും ഒക്കെ എന്താണ്? ശുപാർശയിൽ പെട്ടതാണ് എന്നുള്ള. ഈ ആയത്ത് അവതരിക്കാനുള്ള ഒരു അവതരണ ഹേതു മുഫസ്സിറുകൾ പറയുന്ന കാണാം. നളിർ ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന, അതേപോലെ ഖുറൈശികളിൽപ്പെട്ട ഒരു വിഭാഗവും നളിർ ഇബ്നു ഹാരിസും കൂടി പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹക്കാണെങ്കിൽ ശുപാർശ ഉണ്ട് എന്നാണല്ലോ ഇപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അങ്ങനെ ശുപാർശ ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഞങ്ങളെ കാര്യമൊക്കെ ഞങ്ങൾ മലക്കുകളെ ഏൽപ്പിക്കുക. കാരണം എന്താ? മലക്കുകളാണല്ലോ പടച്ചവനോട് ഏറ്റവും അക്രബായ മുഖറബീങ്ങളായ സൃഷ്ടികൾ. അപ്പം ആ മലക്കുകൾ ഞങ്ങൾക്ക് എന്ത് ചെയ്തോളും? ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുമല്ലോ എന്ന് മക്കായിലെ മുശ്രിക്കുകളും നളിർ ഇബ്നു ഹാരിസിനെ പോലുള്ള മുശ്രിക്കുകൾ പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് ചില മുഫസ്സിറുകൾ അതിൻ്റെ അവതരണ ഹേതുവായി പറഞ്ഞു കാണാം. അപ്പോൾ മക്കായിലെ മുശ്രിക്കുകൾ
അള്ളാഹുവിന് പുറമെ മലക്കുകളെ ആരാധിച്ചിരുന്ന ഒരു വിഭാഗവും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും, ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്ന് അവർക്കൊരു വാദമുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി എന്താ പിന്നെ അള്ളാഹു സുബ്ഹാനഹു ശുപാർശ ഷഫാത്ത് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടോ ഇല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഉണ്ടോ അല്ലേ? ഉറപ്പിച്ചു പറയണം. ഉണ്ട്. ശുപാർശ എന്ന് പറയുന്ന ഷഫാഅത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനാണ് അത് പ്രവാചകന്മാർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ കൊടുത്തത്? എന്തിനാ ചില ആളുകൾക്ക് അള്ളാഹു തആല ശുപാർശ ചെയ്യാനുള്ള അധികാരം കൊടുത്തത്? അതിലുള്ള ഹിക്മത്ത് എന്താ? ഒരുപാട് ഹിക്മത്തുണ്ട്. ആ ശുപാർശ ചെയ്യുന്ന വ്യക്തിയെ ആദരിക്കാൻ ഒന്നാമത്തത് അതാ, ആ വ്യക്തിയോടുള്ള ആദരവാണ് അതിലുള്ളത്. പിന്നെ എല്ലാ ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമ്പോൾ ആ സദസ്സിൽ വെച്ചിട്ട് ഒരു വ്യക്തി, ഒരു പ്രവാചകൻ വന്ന് ശുപാർശ ചെയ്യുമ്പോൾ ആ പ്രവാചകന്റെ സ്ഥാനം എത്ര ഉയർന്നതായിരിക്കും എന്ന് കാണിക്കാനാണ് അതിലുള്ള പിന്നെ ശുപാർശ എന്ന് പറഞ്ഞതിലുള്ള ഒരു ഹിക്മത്ത്. അതുകൊണ്ടാണല്ലോ മുശ്രിക്കുകൾ പറഞ്ഞത്, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യുന്നവരാണ്, ശുഫആ ആണ് എന്ന് പറയാൻ അതിൽ ഫഖ്ർ നടിക്കുന്നവരാണ് ആര്? മുശ്രിക്കുകൾ തന്നെ അല്ലേ? ഞങ്ങളുടെ ദൈവം അള്ളാഹിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നേടിത്തരും എന്നതാണല്ലോ അവരുടെ വാദം. അപ്പോൾ ശുപാർശ എന്ന് പറയുന്ന സംഗതി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. ദുനിയാവിൽ തന്നെ ശുപാർശ ഇല്ലേ? ദുന്യവിയായ ശുപാർശകളില്ലേ? റെക്കമെൻഡുകളൊക്കെ അല്ലേ? ഉണ്ട്. ഇവിടെ പറയണ ഏതാ? പരലോകത്തുള്ള ആഖിറത്തിലുള്ള ശുപാർശയാണ്. ദുന്യവിയായ ശുപാർശ എന്ന് പറയുന്നത് തന്നെ അതിൽ തന്നെ ശറഅ് അനുവദിച്ചതുണ്ട് അനുവദിക്കാത്തതുമുണ്ട്. ദുന്യവിയായ ശുപാർശ തന്നെ അല്ലേ? എന്താ തെളിവ്? വിശുദ്ധ ഖുർആനിൽ കാണാം, മൻ യശ്ഫ ഷഫാഅത്തൻ ഹസന യകുല്ലഹു നസീബും മിൻഹ. ആരാണോ നല്ല ശുപാർശ ചെയ്യുന്നത് അവന് അതിൽ നിന്നുള്ള ഒരു ഓഹരി ഉണ്ടായിരിക്കും. വമൻ യശ്ഫ ഷഫാഅത്തൻ സയ്യ, ആരാണോ ചീത്ത മോശമായ ശുപാർശ ചെയ്യുന്നത് യകുല്ലഹു കിഫ്ലുൻ മിൻഹ, അതിൽ നിന്നുള്ള പങ്കും അവനും ഉണ്ടായിരിക്കും. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനും മേൽനോട്ടം വഹിക്കുന്നു. അപ്പോൾ ആ ആയത്ത് പഠിപ്പിക്കുന്ന പരലോകത്തെ ശുപാർശയല്ല, മറിച്ച് എന്താണ്? ദുന്യവിയായ ശുപാർശയുമുണ്ട് എന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ഒരാൾക്ക് ദുനിയാവിൽ വെച്ച് ശുപാർശ ചെയ്താൽ അത് നല്ലതാണ്. അതിൻ്റെ ഒരു ഓഹരി, അതിൻ്റെ ഒരു കൂലി എന്തുണ്ടാവും? ആ ശുപാർശ ചെയ്ത ആൾക്ക് കിട്ടും. ഒരു തിന്മക്ക് വേണ്ടിയിട്ടാണ് ദുനിയാവിൽ വെച്ച് ശുപാർശ ചെയ്യണമെങ്കിലോ അതിൻ്റെ തിന്മയുടെ ഭാഗവും ഇയാൾക്ക് കിട്ടും എന്നുള്ളതാണ് ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം എന്തുണ്ട്? അതിന് തെളിവ് കാണാം. ഇമാം ബുഖാരി മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ബരീറ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ് എന്തായിരുന്നു? അടിമയായിരുന്നു. അപ്പോൾ ഈ അടിമയാവുമ്പോൾ ഈ പെണ്ണിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവും. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ കണ്ണിന്നൊക്കെ കണ്ണീര് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള സഹാബിയായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, യാ അബ്ബാസ്, നോക്കിയാ ആ ഭാര്യ, ആ ഭർത്താവിന് ആ സ്ത്രീയോടുള്ള, ആ അടിമയാണത്, ആ അടിമക്ക് ആ സ്ത്രീയോടുള്ള, ബരീറിനോടുള്ള സ്നേഹവും ആ സ്ത്രീക്ക് പിന്നെ ഇവരോടുള്ള വെറുപ്പും ഒന്ന് പിന്നെ നോക്കിയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എന്നിട്ട് ആ സ്ത്രീയോട് നബി പറഞ്ഞു, എന്താ എനിക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ? അതാ കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞ എൻ്റെ വേക്കിൽ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ എന്നോട് കൽപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പം നബി പറഞ്ഞു, ഇല്ല, ഞാൻ ശുപാർശ ചെയ്യുകയാണ്, റെക്കമെൻഡ് ചെയ്യാണ്, കൽപ്പിക്കുകയല്ല. അപ്പം അങ്ങനെ ശുപാർശൻ്റെ ആവശ്യമില്ല നബിയെ എന്ന് പറയുകയുണ്ടായിരുന്നു. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുന്യവിയായ ആ ശുപാർശയാണ് അവിടെ പറയുന്നത്. അവിടെ പരലോകത്തെ ശുപാർശയാണോ? അല്ല. അപ്പം അങ്ങനെയുള്ള ശുപാർശയും ഉണ്ട്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? പരലോകത്തുള്ള ശുപാർശയാണ്. അങ്ങനെ ഒരു ശുപാർശ ഇല്ല എന്ന് പറയുന്ന വിഭാഗമുണ്ട്. എന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ
പണ്ഡിതന്മാർ എല്ലാവരും ഐക്യകണ്ഠ്യേന ഇജ്മാ ആയി പറയുന്ന കാര്യമാണ്. അങ്ങനെ പരലോകത്ത് ശുപാർശയുണ്ട്. അത് പിന്നെ സ്ഥിരപ്പെട്ടതുണ്ട്, പിന്നെ അതേപോലെ സ്ഥിരപ്പെടാത്ത രൂപത്തിലുള്ളതും ഉണ്ട്. എന്താ ഈ സ്ഥിരപ്പെട്ടതെന്ന് പറയുന്നത്? അള്ളാഹുവിങ്കൽ സ്വീകാര്യോഗ്യമായ, അതെങ്ങനെ മനസ്സിലാക്കാം? അള്ളാഹു വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ സുന്നത്തിലും പഠിപ്പിച്ചു തന്ന രൂപത്തിലുള്ള ഷഫാഅത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മൻസല്ലദി യശ്ഫഉ ഇൻദഹു, പിന്നെന്താ, ഇല്ലാ ബി ഇദ്നി, പിന്നെ യഅലമു മാ ബൈന ഐദീഹിം എന്ന ആ സൂറത്തു ബഖറയിലെ 255 ആ ആയത്തിൽ പഠിപ്പിക്കില്ല. അവിടെ ആ ചോദ്യം തന്നെ എന്താണ്? അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ ശുപാർശ ചെയ്യാൻ ആരുണ്ട്? അപ്പോൾ ശുപാർശ എന്ന് പറയുന്ന കാര്യം ഉണ്ട് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ മറ്റൊരായത്ത് കാണാം, വലാ യശ്ഫഊന ഇല്ലാ ലിമനിർത്തള, അള്ള തൃപ്തിപ്പെട്ടവർക്കൊഴികെ അവർ ശുപാർശ ചെയ്യുകയില്ല. വഹും മിൻ ഖശ്യത്തിഹി മുഷ്ഫിഖുൻ, ആ ശുപാർശ ചെയ്യുന്ന ആളുകൾ തന്നെ പിന്നെ അവർ നടുക്കമുള്ളവരാണ്, ഭയമുള്ളവരാണ് എന്ന് പറയുന്നുണ്ട്. പ്രവാചകന്മാരെ പറ്റി ഒക്കെയാണ്, വിശ്വാസികളെ പറ്റിയൊക്കെയാണ് ആ പറയുന്നത്. അപ്പോൾ അവിടെയും അള്ളാഹ് തൃപ്തിപ്പെടുക, അള്ളാഹുവിൻ്റെ തൃപ്തി ആർക്ക് പിന്നെ ശുപാർശ ചെയ്യണം എന്ന് അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ, അവർക്ക് മാത്രമേ ശുപാർശ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള. പിന്നെ മറ്റൊരായത്ത് കാണാം, യൗമ ഇദിൻ, അന്നത്തെ ദിവസം അഥവാ പരലോകത്ത്, ലാ തൻഫഉ ശഫാഅത്തു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹു ആർക്കാണോ ശുപാർശ ചെയ്യാൻ വേണ്ടി അനുമതി നൽകിയിട്ടുള്ളത് അവർക്ക് മാത്രമേ ശുപാർശ നൽകാൻ പറ്റുള്ളൂ. പിന്നെന്താ പറയുന്നത്? വറദിയ ലഹു ഖൗല, അള്ളാഹിൻ്റെ തൃപ്തിയും വേണം എന്നുള്ളതാണ്. അപ്പം ഇത് രണ്ടും വേണം, എന്നാലേ എന്തുണ്ടാവുള്ളൂ? ശുപാർശ പിന്നെന്താവുള്ളൂ? അത് മഖ്ബൂലാകുകയുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവില്ല? പിന്നെ ശുപാർശ മഖ്ബൂല. അപ്പം ഒന്ന്, ശുപാർശ ആർക്ക് ചെയ്യാനേ പറ്റുള്ളൂ? ചെയ്യുന്ന ആളും ആരായിരിക്കണം? മുവഹിദായിരിക്കണം. രണ്ടാമത്, ചെയ്യപ്പെടുന്ന ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? അവരും തൗഹീദുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. രണ്ടു കൂട്ടരും എന്തായിരിക്കണം? തൗഹീദുള്ളവരായിരിക്കണം എന്ന് പ്രവാചകന്റെ ഹദീസിനായി തെളിവ് കാണാം. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലികുല്ലി നബിയ്യിൻ ദഅവ, ഓരോ പ്രവാചകന്മാർക്കും ഒരു പ്രാർത്ഥനയുണ്ട്, മുസ്തജാബ, ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവത്തു, ഓരോ പ്രവാചകന്മാരും അവരവരുടെ പ്രാർത്ഥന നേരത്തെ തന്നെ ദുനിയാവ് വെച്ച് തന്നെ നടത്തി. റസൂലുള്ളാഹി പറയാ, ഫഇന്നി ഇഖ്തബതു ദഅവതി, എൻ്റെ പ്രാർത്ഥന ഞാൻ പിന്നേക്ക് വെച്ചു. ഷഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, പുനരുത്ഥാന നാളിൽ പിന്നെ ഷഫാഅത്തായിക്കൊണ്ട് എൻ്റെ പ്രാർത്ഥനയെ ഞാൻ ഒളിപ്പിച്ചു വെച്ചു, അല്ലെങ്കിൽ പിന്നേക്ക് വെച്ചു. ഫയ്യ, പിന്നെ എന്നിട്ട് പറയാം, മൻ മാത്ത മിൻ ഉമ്മത്തി ലാ യുശ്രിക് ബില്ലാഹി ഷൈഅ, ആർക്കാണ് കിട്ടുക? എൻ്റെ സമൂഹത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാത്ത ആരാണോ എൻ്റെ സമൂഹത്തിലുള്ള അവർക്കാണ് ആ ശുപാർശ ഉപകാരപ്പെടുക. അപ്പം ശുപാർശ ഉപകാരപ്പെടണമെങ്കിൽ തന്നെ എന്ത് വേണം? തൗഹീദുള്ളവനായിരിക്കണം എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പല രൂപത്തിലുള്ള ശുപാർശകളുണ്ട്. പ്രവാചകന്മാരുടെ ശുപാർശ ഉണ്ട്, മലക്കുകളുടെ ശുപാർശ ഉണ്ട്, അതേപോലെ സത്യവിശ്വാസികളുടെയൊക്കെ ശുപാർശകളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ശുപാർശകളെ പറ്റി ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണത് കാണാം. ഇനി പ്രവാചകന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ഒരുപാട് ശുപാർശ ഉണ്ട്, അല്ലേ? പ്രവാചകന് മാത്രം കൊടുത്തിട്ടുള്ള ഒരുപാട് ശുപാർശകളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും വലുത് ഏതാ? അശ്ശഫാഅത്തുൽ ഉള്മ എന്ന് പറയുന്ന, അതാണ് മക്കാമുൽ മഹ്മൂദ് എന്ന് പറയുന്ന, അൽ മക്കാമുൽ മഹ്മൂദ് എന്ന് പറയുന്ന ആ ശഫാഅത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് മാത്രം കൊടുത്തിട്ടുള്ള. പിന്നെയും പ്രവാചകൻ ശഫാഅത്ത് ചെയ്യണ മറ്റൊരു ഹദീസ് പറയുന്നത് ഏതാണ്? സത്യവിശ്വാസികളായ ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പ്രവാചകൻ എന്ത് ചെയ്യും? സത്യവിശ്വാസികളായ ആളുകളെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പ്രവാചകൻ ശുപാർശ ചെയ്യും. പിന്നെ ചില ആളുകളെ കണക്കൊക്കെ നോക്കുമ്പോൾ, വിചാരണ കഴിയുമ്പോൾ അവരുടെ നന്മയും തിന്മയും തുല്യമായിട്ട് വരും. അപ്പം നന്മയും തിന്മയും തുല്യമായി വരുമ്പോൾ
അങ്ങനെയുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാത്ത് ചെയ്യും എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾ അവരുടെ സ്ഥാനം പദവി ഉയർന്നു കിട്ടാൻ വേണ്ടിയിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ ചെയ്യും എന്ന ഹദീസിൽ കാണാം. അതേപോലെ തന്നെ നരകത്തിലെ ശിക്ഷ ലഘൂകരിച്ച് കിട്ടാം. ഇപ്പം അബൂ താലിബിനൊക്കെ ശിക്ഷ ലഘൂകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പ്രവാചകൻ ശഫാത്ത് ചെയ്യും എന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മുവഹിദാവും, ആള് തൗഹീദുള്ളവനാവും, പക്ഷേ ഓന് കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ തെറ്റുകുറ്റങ്ങൾ ഒരു പക്ഷേ ഓനെന്താവും നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം. അപ്പോൾ ആ നരകത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ തൗഹീദുള്ളവനാണ് എന്നുള്ള നിലക്ക് അത്തരം ആളുകൾക്ക് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ ചെയ്യും എന്ന ഹദീസിൽ വന്നു. ഇങ്ങനെ ഒരുപാട് ശുപാർശകളെപ്പറ്റി നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും വലിയ ശുപാർശയാണല്ലോ ആ മശറ നാളിൽ നിൽക്കുമ്പോൾ എല്ലാ ആളുകളൊക്കെ എല്ലാ പ്രവാചക ആദം നബിയുടെ അടുത്തേക്കും ഇബ്രാഹിം നബിയുടെ അടുത്തേക്കും മൂസാ നബി ദീർഘമായ ഹദീസ് കാണാം അല്ലേ, ഈസാ നബിയുടെ അടുത്തേക്കൊക്കെ പോകും. അവസാനം ഇവിടെ വരും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരും. അങ്ങനെ നബി എന്ത് ചെയ്യും? ആ അർശിൻ്റെ താഴെ എന്ത് ചെയ്യും? സുജൂദിൽ വീഴും. സുജൂദ് ചെയ്തിട്ട് അല്ലാഹു തആല പറയും എന്ത്? ഇർഫ റഅസക യാ മുഹമ്മദ്, തല ഉയർത്തു. പിന്നെന്താ? സൽ യുഅത, ചോദിച്ചോളൂ, ചോദിച്ചത് ലഭിക്കും എന്ന് പറയും. വഷ്ഫ തുഷഫ, ശുപാർശ ചെയ്യുക, താങ്കൾ ശുപാർശ സ്വീകരിക്കപ്പെടും എന്ന് അവിടെ പലവട്ടം, ഒരു വട്ടമല്ല, വീണ്ടും സുജൂദിലേക്ക് പോവും. അങ്ങനെ വീണ്ടും അല്ലാഹു തആല തല ഉയർത്താൻ വേണ്ടി പറയും. അങ്ങനെ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. അവസാനം എന്ത് ചെയ്യും? മുവഹിദായ ഓരോ ആളുകളെയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ എന്തുണ്ടാവും? ഈ ശുപാർശ നീണ്ടു നിൽക്കും എന്നുള്ള. ഇനി പരലോകത്ത് ഉപകാരപ്പെടുന്ന പ്രവാചകന്റെ ശുപാർശയാണിത്. എന്നാൽ മറ്റെന്തെങ്കിലും ശുപാർശ പരലോകത്ത് ഉപകാരപ്പെടുമല്ലേ? പെടുമോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ ഉള്ളത്? പിന്നെന്താ ഉള്ളത്? ഞമ്മക്കിപ്പോ കിട്ടാൻ പ്രതീക്ഷയുള്ള എന്താ? നിങ്ങളാന്ന് പറഞ്ഞാലും പിന്നെ ഏറ്റവും വലുത് അള്ളാഹിന്റെ റസൂലിന്റെ കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ ശുപാർശ ചെയ്യും എന്നതാണ് നമ്മൾ മനസ്സിലായി. തൗഹീദുള്ള ഒരാൾക്ക് വിശുദ്ധ ഖുർആൻ ശുപാർശ ചെയ്യും. എന്താ തെളിവ്? രണ്ടുമുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ, മുസ്ലിം റഹ്മഹുല്ലാ 804 നമ്പർ ഹദീസിൽ ഇങ്ങനെ പറയുന്നത് കാണാം. അൻ അബി ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഖാൽ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇഖ്റഉ അൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ഷഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്യുക. കാരണം എന്താ? പുനരുത്ഥാന നാളിൽ അത് ആ ഖുർആനിൻ്റെ ആളുകൾക്ക് ശുപാർശകനായി വരും എന്നാണ്. അപ്പോൾ എന്നെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഖുർആൻ ഓതിയാൽ മതിയോ? പോരാ. എന്താ പോരാന്ന് പറയാൻ? അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച പദം ഏതാണ്? ഇഖ്റഉ. അങ്ങനെ ഇന്ന് തിരി ഓതിയാൽ പോരാ, എന്നും ഓതിക്കൊണ്ടിരിക്കണം അല്ലേ? സ്ഥിരമായി മുഫസ്സിറുകൾ അതിനെ വിശദീകരിക്കണം. മുലാസമത്ത് വേണം. കുറേ കാലമായിട്ട് ഓതി പിന്നെ കുറേ ഓതാക്കുക, അങ്ങനെയല്ല. അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ആ ഖുർആനിൻ്റെ ആളായിട്ട് ഇങ്ങനെ കൂടണം. അങ്ങനെ ചിന്തിക്കും വേണം. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? ഖുർആൻ ശുപാർശകനായി വരും. മറ്റൊരു ഹദീസ് കാണാം. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ബക്കറ, ആലിമ്രാൻ ഉണ്ട് തോന്നുന്നില്ലേ? ഇത്തരം സൂറത്തുകൾ. സൂറത്ത് മുൽക്കിനെ പറ്റിയല്ല 30 ആയത്തുകൾ അടങ്ങുന്ന ആ സൂറത്ത് ഒരു മനുഷ്യന്റെ പാപം പുറത്തു കൊടുക്കുന്നത് വരെ ആ സൂറത്തുൽ മുൽക്ക് എന്ത് ചെയ്യും? ശുപാർശ ചെയ്യുമെന്ന് ഇമാം തിർമിദിയുടെ റിപ്പോർട്ടിലൊക്കെ കാണാം. ഇങ്ങനെയുള്ള ഒരുപാട് ശുപാർശകളുണ്ട്. രണ്ടാമത്തത് എന്താ? ഖുർആന്റെ ശുപാർശ കഴിഞ്ഞാൽ എന്താ? സിയാം, നോമ്പ്. ആരാധനാകർമ്മങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണിത് നോമ്പ്. തെളിവെന്താ? ഇതേ ഹദീസ് തന്നെ. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അരുളി, അസ്സിയാമു വൽ ഖുർആനു
യശ്ഫആനിലിൽ അബ്ദ്, നോമ്പും വിശുദ്ധ ഖുർആനും പിന്നെ ഒരു അടിമക്ക് വേണ്ടി ശുപാർശ ചെയ്യും. യഖൂലു സിയാം, നോമ്പ് വന്നിട്ട് പറയും ഐ റബ്ബി, രക്ഷിതാവേ, ഇന്നി മനഅതുഹു തആമ വശഹവാതി ബിന്നഹാർ, പകലിൽ അവൻ്റെ ഇച്ഛകളെയും ഭക്ഷണത്തെയോടുള്ള ആഗ്രഹത്തെയും ഒക്കെ ഞാനാണ് തടഞ്ഞു നിർത്തിയത്. ഫശഫ്ഇനി ഫീ, അവൻ്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ സ്വീകരിക്കണേ പടച്ചോനെ. പിന്നെ വയക്കൂലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനും എന്ന് പറയും മനഅതുഹും നൗമ ബില്ലൈൽ, പടച്ചോനെ രാത്രി അവൻ്റെ ഉറക്കം കെടുത്തിയത് ഞാനാണ്. ഫശഫ്ഇനി ഫീ, അവൻ്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ സ്വീകരിക്കണേ. ഫയുശഫആൻ, ഈ ഖുർആനിൻ്റെയും നോമ്പിൻ്റെയും ശുപാർശ സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നോമ്പും വിശുദ്ധ ഖുർആനും ശുപാർശ. പിന്നെന്താ ഉള്ളത്? നമ്മളൊക്കെ മയ്യിത്ത് നിസ്കരിക്കാൻ പോലെ, ജനാദൻ്റെ പിന്നാലെ പോലെ. എന്തിനാ നമ്മൾ ജനാദൻ്റെ പിന്നാലെ പോണത്? എൻ്റെ അയലോക്കക്കാരനാണ്, എൻ്റെ കുടുംബക്കാരനാണ്, എങ്ങനെ പോവാതിക്കണ് എന്ന് വിചാരിച്ചിട്ടാ? അല്ല, അവിടെ ഒരു വിശ്വാസം പഠിപ്പിക്കേണ്ട നമ്മളെ. എന്താ പഠിപ്പിക്കണത്? ഇമാം മുസ്ലിം 947 നമ്പറിൽ ആയിഷത്ത റളിയല്ലാഹു അൻഹയിൽ നിന്നൊരു റിവായത്ത് ചെയ്യുന്ന ഹദീസ് കാണാം. ഖാല മാ മിൻ മയ്യിത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തുൻ മിനൽ മുസ്ലിമീൻ, ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഒരു മയ്യിത്തിന് വേണ്ടി പിന്നെ സലാത്തുൽ ജനാദ നിസ്കരിച്ചാൽ യബ്ലുഗൂന മിഅത്തൻ കുല്ലുഹും യശ്ഫഊന ലഹു, അവരൊക്കെ ഈ പിന്നെ ശുപാർശ ചെയ്താൽ, ആ മയ്യത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇല്ലാ ശുഫിഉ ഫീ, അവരുടെ ശുപാർശ ഈ മയ്യത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും? സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ്. അവിടെ പ്രാർത്ഥന ആയാലും ശുപാർശ എന്ന് പറയുന്നത് എന്താ? ഒരു പ്രാർത്ഥന തന്നെയാണ് അല്ലേ? അപ്പം കുറേ ആളുകൾ നമസ്കരിച്ചാൽ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും, ആ ശുപാർശ സ്വീകരിക്കും എന്ന് അവിടെയും കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസ് കാണാം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, പിന്നെ അന്നഹു മാത ഇബ്നു ലഹു ബി ഖുദൈദ് ഔ ബി ഉസ്ഫാൻ, ഖുദൈദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മരിച്ചു, അല്ലെങ്കിൽ ഉസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള. അപ്പോൾ പറയാണ്, അവിടെ കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അവരെത്ര ആളുണ്ട് എന്ന് പോയി നോക്കി, കുറേ ആളുകളുണ്ടോ നോക്കി. അപ്പോൾ കുറേ ആളുകൾ അവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ചു കൊണ്ടുവരാം, 40 ആളുകളുണ്ട്. അങ്ങനെ അവരൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്ത്, ഒരു മനുഷ്യൻ മരിച്ചാൽ, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ, ഫയഖൂമു അലാ ജനാദത്തിഹി 40 റജുലൻ, അയാളുടെ ജനാദ 40 ആളുകൾ നമസ്കരിക്കുകയാണെങ്കിൽ ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ നമസ്കരിച്ചാൽ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീ, അവരുടെ ആ ശുപാർശ, ഈ മയ്യത്തിന് വേണ്ടി അവർക്ക് പിന്നെ ആ ശുപാർശ ആര് സ്വീകരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യണം. മറ്റൊരു റിപ്പോർട്ടിലും കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഇതൊക്കെ ഇപ്പം നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. മറ്റൊന്ന്, നമ്മൾ ബാങ്കൊക്കെ കേൾക്കൂലേ? ബാങ്ക് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? അതേപോലെ നമ്മൾ ആവർത്തിച്ച് പറയണം അല്ലേ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലണം. അതേപോലെ അവസാന ആ പ്രാർത്ഥന വസീലത്ത് ചോദിക്കണം. എന്താ അവിടെയും എന്തുണ്ടാവും? അതിനോടുള്ള ഗുണം പറയുന്നത് എന്താ? അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ്, ഇതിനെപ്പറ്റി ചില ആളുകൾ അത് എതിർത്തിട്ടുണ്ട്, എന്നാലും ബഹുഭൂരിപക്ഷം ശരിയാണ് എന്നതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഇദാ സമിഅ്തുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ, മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ എന്ത് ചെയ്യണം? ആ മുഅദ്ദിൻ പറയുന്ന പോലെ നിങ്ങൾ പറയണം. സുമ്മ സല്ലു അലയ്യ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാത്തൻ, നിങ്ങൾ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹ അശ്റൻ, 10 ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിന്നെ ആ സ്വലാത്തിൻ്റെ വകയായി നിങ്ങൾക്ക് നൽകും. എന്നിട്ട് പറയാം, സുമ്മ സലുല്ലാഹ ലി അൽ വസീല, നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്ത് ചോദിക്കണം അള്ളാഹുവിനോട്. ഫഇന്നഹ, എന്താണ് ഈ വസീലത്ത് എന്ന് പറയുന്നത്? ഫഇന്നഹ മൻസിലത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു സ്ഥാനമാണത്. ലാ തംബഗി ഇല്ലാ ലി അബ്ദിൻ മിൻ ഇബാദില്ല, അത് അള്ളാഹുവിൻ്റെ അടിമകൾപ്പെട്ട ഒരടിമക്ക് മാത്രമാണ്. വ അർജു അൻ അകൂന അനഹുവ, അതിൻ്റെ ഉടമ ഞാനായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട്
ഫമൻ സഅലലി അൽ വസീല, ആരാണോ എനിക്ക് വേണ്ടി വസീലത്ത് ചോദിക്കുന്നത്, ഹല്ലത്ത് ലഹു ഷഫാഅത്തു, അവന് ശുപാർശ നൽകുന്നതാണ്, അന്ത്യനാളിൽ ശുപാർശ ലഭിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലാണ്. അപ്പോൾ ഈ ബാങ്ക് കൊടുത്ത് അത് നമ്മളിങ്ങനെ ആവർത്തിച്ച് അവസാനം ആ ബാങ്ക് കൊടുത്ത പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിന് നമ്മൾ അർഹരാകും എന്നുള്ളതാണ് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കണം. എന്നാൽ സഹീഹായ ശുപാർശയാണ് ഇപ്പം നമ്മളൊക്കെ പറഞ്ഞത്. മക്കയിലെ മുശ്രിക്കുകളും ലോകത്തുള്ള മുശ്രിക്കുകൾക്ക് എന്നാൽ ഇതല്ലാത്ത പല രൂപത്തിലുള്ള ശുപാർശയുമുണ്ട്. അതെന്തുണ്ടാവില്ല, അതൊന്നും അവിടെ സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കണം. ഇനി എന്തൊക്കെയാണ് ആ ഹദീസിലേക്ക് നിങ്ങൾ ഒന്നുകൂടി തിരിച്ചു വരാം. ഒരാളെ പിന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആ ഖബറിലെ ശിക്ഷ ഇല്ലാതാക്കാൻ എന്തുകൊണ്ട് സാധിക്കും? മനുഷ്യൻ പാരായണം ചെയ്യണ ചില സൂറത്തുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സൂറത്തുൽ മുൽക്ക് ഓതിയാൽ എന്ത് കിട്ടും? ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടും എന്നുള്ള. എന്താ തെളിവ്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു സഹാബിയുണ്ട്. ആ സഹാബി പറയാണ്, യുഅ്തർ റജുലു ഫീ ഖബരി, ഒരാളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കും. അപ്പോൾ ആ പിന്നെ ഖബറിലെ ശിക്ഷ അയാളുടെ കാൽ ഭാഗത്തിൻ്റെ ഭാഗത്തൂടെ വരും. അപ്പോൾ പറയും എന്ത്? ഈ സൂറത്ത് വന്നിട്ട് പറയും, ലൈസലക്കും, എന്ത്, നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല. കാരണം എന്താ? അയാൾ സൂറത്തുൽ മുൽക്ക് ഓതുന്നത്. അങ്ങനെ അതിൽ കാണാം പിന്നെ ബത്നിൻ്റെ വയറിൻ്റെ ഭാഗത്തൂടെ വരും, തലയുടെ ഭാഗത്ത് വരും. അപ്പോഴൊക്കെ ഇയാൾ ആവർത്തിച്ച് പറയണ എന്താ? ഇയാൾ സൂറത്തുൽ മുൽക്ക് ഓതുന്നവനാണ്, ഈ ഭാഗത്തിലൂടെ പോവാൻ സ്ഥലമില്ല, സ്പേസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിക്ഷയെ അവിടെ തടുത്തു നിർത്തും. ഏത്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് എന്ന് പറയും. അപ്പം ഒരു മുൽക്ക് മാത്രമല്ല, നമ്മൾ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്താൽ അതെന്ത് ചെയ്യും? പിന്നെ ഖബറിലെ ശിക്ഷയെപ്പോലും തടുക്കാൻ പിന്നെ കഴിവുള്ളതാണ്, സാധിക്കുന്ന അത്ര പവറുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, പഠനം എന്ന് പറയുന്നത് നമുക്ക് കാണാം. പിന്നെ ഒരുപാട് പിന്നെ ഖുർആൻ പഠിച്ച ആളുകളെ പുനരുത്ഥാന നാളിൽ അയാളെ കൊണ്ടുവരും. എന്നിട്ട് ഖുർആൻ പറയും, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഹല്ലി എന്ന് പറഞ്ഞാൽ അയാളെ നീ പിന്നെ വസ്ത്രം ധരിപ്പിക്കുക. അങ്ങനെ താജുൽ കറാമ എന്ന് പറയുന്ന അത് അയാളെ ധരിപ്പിക്കും. എന്നിട്ട് പറയും അയാൾക്ക് വീണ്ടും പിന്നെ കൂടുതലായി കൊടുക്കുക. അങ്ങനെ അയാൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കും. അങ്ങനെ സ്വർഗത്തിൽ അയാൾ ഉന്നത സ്ഥാനത്തെത്തും എന്ന് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ഇഖ്റഉ അൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ നിങ്ങൾ ദായിമായിട്ട് പാരായണം ചെയ്യുക. ഫഇന്നഹു നിഅമ ശഫീഉ യൗമൽ ഖിയാമ, പുനരുദ്ധാന നാളിൽ ഏറ്റവും നല്ല ശുപാർശകനാണ് ആര്? വിശുദ്ധ ഖുർആൻ. വഇന്നഹു യഖൂലു യൗമൽ ഖിയാമ, പുനരുദ്ധാന നാളിൽ അൽ ഖുർആൻ പറയും, യാ റബ്ബി ഹല്ലിഹി ഇല്യത്തുൽ കറാമ, അയാൾക്ക് കറാമത്തിൻ്റെ ആ വസ്ത്രം ധരിപ്പിക്കുക. അങ്ങനെ അയാൾ കറാമത്തിൻ്റെ ആ വസ്ത്രം ധരിപ്പിക്കും. അങ്ങനെ അയാൾ പിന്നെ വീണ്ടും അല്ലാഹു തആല പറയും, അൽബിസുഹു താജൽ കറാമ, ആ പിന്നെ താജുൽ കറാമ അയാളെ ധരിപ്പിക്കുക. അങ്ങനെ അതിനുശേഷം അള്ളാഹുവിൻ്റെ സംതൃപ്തി, ആ റിള അയാൾക്ക് നൽകും. അങ്ങനെ സ്വർഗാവകാശി അയാൾ തീരും എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം, നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഈ ഖുർആൻ നമുക്ക് ശുപാർശകനായി വരുമോ ഇല്ലേ എന്നൊരു ആത്മവിചാരണ ഞാനുങ്ങളൊക്കെ നടത്തിയാൽ നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യേണ്ട നമ്മളൊക്കെ ആ ഖുർആനിൻ്റെ ആളുകളാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ആ ഖുർആൻ മനസ്സറിഞ്ഞുകൊണ്ട് പഠിക്കുകയും പാരായണം ചെയ്യുന്ന ആ കൂട്ടത്തിലാണോ നമ്മളുള്ളത്? അതല്ല, ആ ഖുർആൻ നമുക്കെതിരെ സാക്ഷിയായി വരുന്ന ഖുർആൻ രണ്ടിനും വരും. അയാൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും, ശുപാർശയും, അയാൾക്ക് പ്രതികൂലമായിട്ടും സാക്ഷി നിൽക്കും. അപ്പോൾ അനുകൂലമായിട്ട് ആ സാക്ഷി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണോ നമ്മൾ പെടുക? അതല്ല,
പ്രതികൂലമായിട്ട് സാക്ഷി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണോ നമ്മൾ പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് കാണാം, ഇമാം മുസ്ലിം പറയുന്നത്, പിന്നെ അത്തഹൂറു ശത്രുൽ ഈമാൻ എന്ന് പറഞ്ഞിട്ട് വൽഹംദുലില്ലാ തംല ഉൽ മീസാൻ വസുബ്ഹാനല്ലാ വൽഹംദുലില്ലാ തംല ആനി ഔ തംല മാ ബൈന സമാവാതി വൽ അർദ് വസ്സലാത്തു നൂറുൻ വസദഖത്തു ബുർഹാനുൻ വസ്സബ്റു ദിയാൻ വൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക എന്ന് പറയുന്നത് കാണാം. വിശുദ്ധ ഖുർആൻ ഒന്നുക്ക് നിനക്ക് അനുകൂലമായിട്ട് സാക്ഷിയായി വരും, തെളിവായി വരും, അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് സാക്ഷിയായി വരും. ഇതിലേത് വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണ് ഇത് എന്നതാണ്. അപ്പോൾ ഇതാർക്ക് കിട്ടില്ല? ഒന്നാമതായി നമുക്ക് വേണ്ട യോഗ്യത എന്താ ഒന്നാമതാണ്ടേ? ഒന്ന്, വിശുദ്ധ ഖുർആനിൻ്റെ ശുപാർശ കിട്ടണമെങ്കിൽ നമ്മൾ തൗഹീദുള്ളവരായിരിക്കണം, കറകളഞ്ഞ തൗഹീദുള്ളവരായിരിക്കണം. രണ്ട്, ആ ഖുർആനിൻ്റെ പിന്നാലെ നമ്മൾ മരണം വരെ, അതുകൊണ്ടാണ് ഇഖ്റഉ എന്ന ആ പദം തന്നെ സൂചിപ്പിക്കണത്. എന്നെങ്കിലും ഓതിയാൽ പോരാ, അത് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കും പോലെ ആ ഖുർആൻ നമ്മളിങ്ങനെ ഓതുകയാണെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ നാളെ എന്ത് ചെയ്യും? നമുക്ക് സാക്ഷിയായി പിന്നെ ശുപാർശകനായി വരും. അതല്ല നമ്മളതിനെ അവഗണിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഉദാഹരണമായിട്ട് പലരും ചെയ്യാന്ന് പറഞ്ഞാൽ ഖുർആനൊക്കെ നമ്മൾ വാഹനത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും അല്ലേ, നമ്മളെ ഷെൽഫിലൊക്കെ നല്ല ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷേ മുസ്ലിം എന്ന് പറയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആനുമായിട്ട് യാതൊരു ബന്ധമുണ്ടല്ലോ. അടുത്ത ആയത്ത് നിങ്ങൾ നോക്കി, അള്ളാഹു എന്തിനെ ബന്ധിപ്പിച്ച് ശുപാർശ പറഞ്ഞിട്ട്? വല ഇൻ ആന്നോദിയാണ്, വല ഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുനല്ലാഹ്. എന്തിനാ അങ്ങനെ പറഞ്ഞേ? ഒരു ശുപാർശ കഴിഞ്ഞിട്ട് പറയാ എന്താ ഇത് തമ്മിലുള്ള ബന്ധം? നബിയെ, താങ്കൾ അവരോട് ചോദിച്ചാൽ, അവരാരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും എന്ത്? അല്ലാഹ്. നമ്മുടെ മാനസികാവസ്ഥയാണ് വിശദീകരിക്കുന്നത്. എന്തായാലുള്ളത്, ഞാനിപ്പോൾ ഒരു വേദന കൊണ്ട് പൊളയുന്ന ഒരാളോട് ചോദിക്കാം, എവിടെ മോനെ ഇവിടുത്തെ ഹോസ്പിറ്റൽ? അപ്പോൾ ആ വേദന കൊണ്ട് പൊളയുന്ന ആൾ തന്നെ പറയാ, ഇതിൻ്റെ അങ്ങേപ്പുറത്താണ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റൽ അവിടെ അറിയാം അയാൾക്ക്, പക്ഷേ എന്തില്ല, ആ ഹോസ്പിറ്റലിലേക്ക് അയാൾ പോകില്ല. അയാൾ പോകണ എന്താ? വേറെ വയ്ക്കാം അല്ലേ? ഒരു വിദ്യാർത്ഥി, അയാൾക്ക് ഇന്ന ദിവസം എക്സാം ആണെന്ന് അറിയാം, ആ എക്സാമിനൊന്നും തയ്യാറെടുക്കാതെ ആ കുട്ടി വേറെ വഴിക്ക് ഇങ്ങനെ വേറെ പല കാര്യത്തിലും മുഴുകാൻ. ഇവനെ പറ്റി ഈ ഹോസ്പിറ്റൽ വേദന കൊണ്ട് പുളയുന്ന മനുഷ്യൻ ആ ഹോസ്പിറ്റൽ അവിടെ ഉണ്ടായിട്ട് അതിലേക്ക് പോവാതെ ഇങ്ങനെ വേറെ വഴിക്ക് പോകുമ്പോൾ നിങ്ങൾ അയാളെ പറ്റി എന്താ പറയാ? എന്താ നിങ്ങൾ പറയാ? വിഡ്ഢി എന്ന് പറയില്ലേ അല്ലേ? ആ വിഡ്ഢി എന്ന് നമ്മൾ വിളിക്കും അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കുകളെ ശഫാഅത്ത് പറഞ്ഞു കേട്ട് മക്ക മുശ്രിക്കുകളെ അറ്റാച്ച് ചെയ്യാണ്. എന്ത്? ആരാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവ്? അള്ളാഹു ആണെന്ന് മക്ക മുശ്രിക്കുകൾ പറയും. എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹു ആണ് എന്ന് മുശ്രിക്കുകൾക്കറിയാം അല്ലേ? ഭക്ഷണം തരുന്നതും റാസിക്കും മുദബ്ബിറുമൊക്കെ അള്ളാഹു ആണ് എന്ന് അവർക്കറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് നിങ്ങൾ ആ അള്ളാഹുവിനെ ആരാധിക്കാത്തത്? ആ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് കൊടുക്കാത്തത്? നിങ്ങൾ പരദൈവങ്ങളുടെ പിന്നാലെ പോകണ എന്താ? ഇതാണ് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുടെയും അവസ്ഥ എന്ന് നമ്മെ പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്തത്? വല ഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുനല്ലാഹ്. അപ്പോൾ നമ്മളൊക്കെ ആ ഒരു ഇതിലാണോ എന്ന് ചിന്തിക്കണം. നമുക്ക് ഖുർആൻ വന്ന് ശഫാഅത്ത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വല ഇൻ സഅൽതഹും മൻ ഖലഖ, എന്താണ്? മൻ ഖലഖഹുന്നല്ലേ? മൻ ഖലഖഹും ഫയഖൂലുനല്ലാഹ്. മറ്റൊരിടത്ത് മൻ ഖലഖ സമാവാതി വൽ, ആകാശഭൂമിയുടെ സൃഷ്ടാവാർ. പല ചോദ്യത്തും വരുന്നുണ്ട് ഇത് അല്ലേ? പല രൂപത്തിലുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതിലൊക്കെ അടങ്ങിയ സൂത്രത ഈ മക്കാ മുശ്രിക്കുകളൊക്കെ അറിയും. ഓല അല്ലാ എന്നൊക്കെ പറയും. ഇതേപോലെ ലോകത്തുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിം ഗണത്തിൽപ്പെട്ട ഉമ്മത്തിൽപ്പെട്ട നമ്മളൊക്കെ എന്ത് ചെയ്യണത്? അങ്ങനെ പറഞ്ഞെടുക്കണ്. സ്വർഗം നരകമൊക്കെ ഞാൻ അങ്ങനെ വയലു അറിയണ് അല്ലേ? മരണമുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്, നരകവും സ്വർഗം. പക്ഷേ ആ പറയണ ഞാൻ എന്ത് ചെയ്യണില്ല, അതിനുവേണ്ടി പണിയെടുക്കുന്നത്. ഇതാണ് ലോകത്തെ ഏറ്റവും അപകടം പിടിച്ചത്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് കിട്ടൂല?
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിന്നെ ശുപാർശ കിട്ടൂല.